ഹായ് ഫ്രണ്ട്സ്, സെക്രട്ടേറിയറ്റ് ഒയുടെ ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ട്. നമുക്ക് ഉത്തരങ്ങൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിയും അരാജകത്വം എന്ന ഗ്രന്ഥം രചിച്ചത് ആൻസർ ഡി ആണ്, ചേറ്റൂർ ശങ്കരനായർ. കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഗണനാക്രമത്തിലാക്കുക. രണ്ടിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഫസ്റ്റ് നടന്നത് ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപത്തിൻ്റെ കൊല്ലം 1721. സെക്കൻഡ് നടന്നത് കുളച്ചൽ യുദ്ധം 1741. മൂന്നാമതായി നടന്നത് ശ്രീരംഗം പട്ടണം സന്ധി 1792. മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുണ്ടായ സന്ധിയാണ്. നാലാമതായി നടന്നത് കുണ്ടറ വിപ്ലവമാണ് 1809 ജനുവരി 11 വേലുത്തമ്പി ദളവ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. മൂന്നിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എ ആണ്. ഒന്നാം ലോക മഹായുദ്ധം ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളും. മൂന്നാമത് ഹിറ്റ്ലറിൻ്റെ ആൾക്കാർ എന്ന് പറയുന്നത് തവിട്ട് കുപ്പായക്കാർ, ബ്രൗൺ ഷർട്ടാണ്. ബെനിറ്റോ മുസോളിനി കരിങ്കുപ്പായക്കാർ, ബ്ലാക്ക് ഷർട്ട്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. ഇന്ത്യൻ ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളിൽ നേതൃത്വം നൽകിയവരും. നാലിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്. അതായത് മിറാത്തുൽ അക്ബർ രാജാറാം മോഹൻ റോയിയുടെ പത്രമാണ്. കേസരി മറാത്ത ബാലഗംഗാധര തിലകിൻ്റെ പത്രമാണ്. കോമൺവീല് ആനി ബസന്റ്, യങ് ഇന്ത്യ മഹാത്മാഗാന്ധി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. ഇതിൻ്റെ ഉത്തരം ഡി ആണ്. അതായത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഭഗത് സിംഗ്, ഗദ്ദ പാർട്ടി ലാല ഹർദയാൽ, ഇന്ത്യൻ നാഷണൽ ആർമി രാജ് ബിഹാരി ബോസ്, ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്ര ബോസ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ചത് ആര്? ഇവിടെ എന്ന് പറയുന്ന ഉത്തരം തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ നിർമ്മല സീതാരാമനാണ്. ഉത്തരം ബി ആണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ചത് മൊറാർജി ദേശായി 10 തവണ. നിർമ്മല സീതാറാം എട്ടാമത്തെ തുടർച്ചയായ ബജറ്റാണ് 2025 അവതരിപ്പിച്ചത്. 7. ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലു. എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്തെ ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാതകം അത് മാംഗോ ഷവറാണ്. ഉത്തരം ബി ആണ്. ഇനി നമുക്ക് ചിനൂക്ക് എന്താണെന്ന് നോക്കാം. വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വതത്തിൻ്റെ കിഴക്കൻ ചെരുവിലൂടെ താഴേക്ക് വീശുന്ന കാറ്റാണ് ചിനൂക്ക്. ഫൊൻ എന്ന് പറയുന്നത് ആൽപ്സ് പർവ്വതത്തിലെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ്. ഹർമാറ്റൻ ആഫ്രിക്കയുടെ പടിഞ്ഞാറ് വീശുന്ന ഡോക്ടർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കാറ്റാണ്. മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന ചിനൂക്കാണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസലാണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഇവിടെ ബന്ധമില്ലാത്ത പ്രസ്താവന എന്ന് വെച്ചാൽ ഉഷ്ണകാലത്ത് തെക്ക് നിന്നും വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചേർക്കുന്നു. പക്ഷേ ഉത്തരപർവ്വത മേഖല എന്ന് വെച്ചാൽ ഇന്ത്യയുടെ വടക്കു ഭാഗത്താണ്. അപ്പോൾ ഉത്തരപർവ്വത മേഖല ചേർക്കുന്നത് വടക്കു ഭാഗത്തുനിന്ന് വീശുന്ന കാറ്റായിരിക്കും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് സി തെറ്റാണ്. മറ്റ് കാര്യങ്ങൾ ശരിയായ കാര്യം എന്ന് വെച്ചാൽ നദിയുടെ ഉത്ഭവ പ്രദേശമാണ്. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ ഉടനീളം മഴ പെയ്യുന്നു. വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമാകുന്നു. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, ഉപദ്വീപീയ പീഠഭൂമിയിലും പരരൂപ പാളികളിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവം ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. അതായത് ഉപദ്വീപീയ പീഠഭൂമിയെക്കുറിച്ചാണ് പറയുന്നത്. തെറ്റായത് ഏതാണെന്നാണ് 10ൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഡി ആണ്. എക്കൽ വിശറികളാൽ സമ്പന്നം ഉത്തര മഹാസമതലമാണ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ ഛോട്ടാ നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണ്. ധാരാളം ലോഹ അലോഹ ധാതുക്കളാൽ സമൃദ്ധമാണ്. ഉപദ്വീപീയ പീഠഭൂമിയെ വടക്ക് കിഴക്കൻ പീഠഭൂമി എന്നും പ്രദേശം മധ്യമേഖല തുടങ്ങി വിവിധ ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. 11ാമത്തെ ക്വസ്റ്റ്യൻ, 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ 5 ജലപാതകളെ ദേശീയ ജലപാതയായി പ്രഖ്യാപിച്ചു. ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ അറിയപ്പെടുന്നത് ആൻസർ ബി ആണ്. ദേശീയ ജലപാത 3 ആണ്. നാഷണൽ വാട്ടർവേ 3. 12 മരണാനന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാളി സാഹിത്യകാരൻ ആൻസർ ബി ആണ്. MT വാസുദേവൻ നായരാണ്. 13 കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? 13ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സി ആണ്. 10ാം പഞ്ചവത്സര പദ്ധതിയാണ് കേരള മോഡൽ എന്നറിയപ്പെടുന്നത്. 14 വ്യവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കാൻ ഉദ്ദേശിച്ചുള്ള നയം. 14ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എ ആണ്, സ്വകാര്യവൽക്കരണം.
15 സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ. 15ന്റെ ഉത്തരം ഡി ആണ്. ദാദാഭായ് നവറോജിയാണ് സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ. 16 ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം. ആൻസർ ബി ആണ്. നീതി ആയോഗാണ് ആസൂത്രണ കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം. 17 ഹോട്ടൽ വ്യവസായം താഴെ പറയുന്നവയിൽ ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു? ഹോട്ടൽ വ്യവസായത്തിന്റെ ഉത്തരം സി ആണ്. തൃതീയ മേഖല. 18 നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. ഉയർന്ന താപനിലയും മഴയും ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു. ഒരു ഖാരിഫ് വിളയാണ്. എല്ലാം ശരിയാണ് നെൽകൃഷിയുമായി ബന്ധപ്പെട്ടിട്ട്. 19 ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത്? 19ന്റെ ഉത്തരം എന്ന് പറയുന്നത് സി ആണ്. പ്രസ്താവന 1, 2, 3 ശരിയാണ്. 4 തെറ്റാണ്. തെറ്റായത് 1-ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു. അത് തെറ്റാണ്. അപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപ്പന്നത്തിൽ വൻ വർധനവ് ഹരിത വിപ്ലവം സൃഷ്ടിച്ചു. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ജലസേചന സൗകര്യം, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനം, രാസവളം, കീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിച്ചു. ഇത്രയും സ്റ്റേറ്റ്മെൻറ്റാണ് ശരി. 20 6 മുതൽ 14 വയസ്സുവരെ കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി. ഇതിൻ്റെ ഉത്തരം ബി ആണ്. 86-ാം ഭേദഗതിയാണ്. 1928 ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത്? 1928 INC പ്രസിഡന്റ് മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത്. അപ്പോൾ ആൻസർ എ മോത്തിലാൽ നെഹ്റു. 22 ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തതേത്? 22ന്റെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്. രാഷ്ട്രത്തലവൻ്റെ പേരില്ല. അപ്പോൾ ഉള്ളതൊക്കെ എന്തൊക്കെയാണ്? രാഷ്ട്രത്തലവൻ്റെ അധികാരമുണ്ട്, രാഷ്ട്രത്തിൻ്റെ പേരുണ്ട്, നിയമനിർമ്മാണ സഭയുടെ പേരുണ്ട്. 23 വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം. ആൻസർ സി ആണ്. 40 ഉത്തരം. 24 പ്രാദേശിക സ്വയംഭരണങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? 24ന്റെ ഉത്തരം എന്ന് പറയുന്നത് സി ആണ്. ലോർഡ് റിപ്പൺ ആണ് പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. 25ന്റെ ആൻസർ ബി ആണ്. ഉത്തരാഖണ്ഡ്. 26 മൂന്നാം മോദി ഗവൺമെൻറ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റിയിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏത്? 26ന്റെ ഉത്തരം ബി ആണ്. പാർലമെൻ്ററി കാര്യസമിതിയിൽ പ്രധാനമന്ത്രി അംഗമല്ല. 27 തദ്ദേശ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇവിടെ 27ന്റെ ഉത്തരം എന്ന് പറയുന്നത് സി ആണ്. only 1 and 3 ആണ് ശരി. അതായത് തദ്ദേശ ഗവൺമെൻറ്റുകളിൽ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണ്. എന്നാൽ തദ്ദേശ ഗവൺമെൻറ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നതാണ്. എന്നാൽ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് സ്റ്റേറ്റിൽ നിയമിക്കുന്ന ഒരു ആളാണ്. ചീഫ് ഇലക്ടറൽ ഓഫീസർ നേതൃത്വം നൽകുന്നത് പാർലമെൻ്ററി ഇലക്ഷനും അസംബ്ലി ഇലക്ഷൻസിനുമാണ്. 28 സംസ്ഥാന സാമ്പത്തിക കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 28ന്റെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്. only 1 and 2 ആണ് ശരി. അപ്പോൾ കമ്മീഷനെ നിയമിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റാണ്. 5 വർഷമാണ് കമ്മീഷൻ്റെ കാലാവധി. എന്നാൽ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുന്നില്ല. എന്നാൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ സാമ്പത്തിക സ്ഥിതിയും ഒക്കെ വിലയിരുത്തിയിട്ട് അതിൻ്റെ എഫിഷ്യൻസി കൂട്ടാനൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ. അതുപോലെ തന്നെ റെക്കമെൻഡിങ് പ്രിൻസിപ്പിൾസ് ഫോർ ഡിസ്ട്രിബ്യൂട്ടിംഗ് റവന്യൂ ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ലോക്കൽ ബോഡീസ്. അതായത് ലോക്കൽ ബോഡീസിനിടയിൽ പൈസ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിൻസിപ്പിൾസ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്റ്റേറ്റിൻ്റെ കൺസോളിഡേറ്റീവ് ഫണ്ടിൽ നിന്ന് പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും ഗ്രാൻഡ് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്നതും സംസ്ഥാന സാമ്പത്തിക കമ്മീഷനാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 29ന്റെ ഉത്തരം എന്ന് പറയുന്നത് 29ന്റെ ഉത്തരം എ ആണ്. അതായത് 1 and 2 ആണ് ശരി. കാരണം വനവും വിദ്യാഭ്യാസവും കൺകറൻറ്റ് ലിസ്റ്റാണ്. കൃഷി, പോലീസ്, ജയിൽ, തദ്ദേശ ഗവൺമെൻറ് സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നു. 30 സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 30ന്റെ ഉത്തരം എന്ന് പറയുന്നത് ഡി ആണ്. എല്ലാം ശരിയാണ്. അതായത് ഇപ്പോഴത്തെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതിദേവിയാണ്. വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരമാണ്. വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ്. 31 കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെൻ്ററി അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെൻ്ററി അഫയേഴ്സ് 2003 നിയമപ്രകാരം
2004 ജൂലൈ 22 സ്ഥാപിതമായത്. ഇതിൻ്റെ 31ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എ ആണ്, അതായത് 1ഉം 2ഉം മാത്രമാണ് ശരി. പാർലമെൻ്ററി വകുപ്പ് മന്ത്രിയാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ്, ശരിയാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ പാർലമെൻ്ററി വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് പാർലമെൻ്ററി അഫയേഴ്സ് മിനിസ്റ്റർ MB രാജേഷാണ്. അപ്പോൾ ഇപ്പോഴത്തെ പ്രസിഡന്റ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെൻ്ററി അഫയേഴ്സിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് MB രാജേഷാണ്. പിന്നെ ഇതിനൊരു എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ട്. അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ആരായിരിക്കും? ഡയറക്ടർ ജനറൽ ഓഫ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെൻ്ററി അഫയേഴ്സ് ആയിരിക്കും. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെൻ്ററി അഫയേഴ്സിൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് ബിവീഷാണ്. അതുകൊണ്ട് തന്നെ പാർലമെൻ്ററി അഫയേഴ്സിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ബിവീഷാണ്. പിന്നെ പ്രതിപക്ഷ നേതാവ് അംഗമാണെന്നുള്ളത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. 32 കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 32ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഡി ആണ്. ഓൺലി 1 and 3 ആണ് ശരി. എന്താ വെച്ചാൽ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ശ്രീ മനോജ് കുമാറാണ്. സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും പദ്ധതികളും ബാലന്മാരെ സംരക്ഷിക്കുന്ന തരത്തിലായിരിക്കണമെന്ന് കമ്മീഷൻ അനുശാസിക്കുന്നു. അത് ശരിയാണ്. 33 കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 1 ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാറാണ്. അത് ശരിയാണ്. ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ്. ശരിയാണ്. തിരുവനന്തപുരത്ത് ഒരു ഹൈക്കോടതി ബെഞ്ച് പ്രവർത്തിക്കുന്നത് തെറ്റാണ്. തിരുവനന്തപുരത്ത് ഒരു ഹൈക്കോടതി ബെഞ്ച് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇവിടെ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ നിലവിലില്ല. അതുകൊണ്ട് തന്നെ 33ാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ C 1 and 2 ആണ് ശരി. ഇനി 34 ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത്? ആൻസർ ബി എപ്പിഗ്ലോട്ടിസ്, മലയാളത്തിൽ ക്ലോമപിതാനം. 35 ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ സി ഹീമോഫീലിയ. ഹീമോഫീലിയ ഒരു ജനിതക രോഗമാണ്. ശരിയായ ജോഡി കണ്ടെത്തുക. 36ാമത്തെ ക്വസ്റ്റ്യൻ. ഇതിൽ ശരിയായ ജോഡി എന്ന് പറയുന്നത് ഫൈലേറിയം വിരയാണ് മന്ത് പരത്തുന്നത്. എന്നാൽ ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്നത് എലിപ്പനിയുടേതാണ്. HIV എയ്ഡ്സും മൈക്രോബാക്ടീരിയം എന്ന് പറയുന്നത് ക്ഷയം പോലുള്ള രോഗങ്ങൾക്കൊക്കെ കാരണമാകുന്നതാണ്. ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത്? ഉത്തരം എ ആണ്, മേഘാലയ. ഉത്തരം എ, മേഘാലയയിലാണ് എന്ത് കാണപ്പെടുന്നത്? ബർണിഹാട്ട്. 38 മനുഷ്യരിലെ ക്രോമോസോം നമ്പർ 11 ജീനിലെ തകരാർ സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമാകും. ത്വക്കിലെ ക്യാൻസറായ മെലനോമ ക്രോമോസോം നമ്പർ 14 ജീൻ തകരാർ മൂലം രൂപപ്പെടുന്നു. 38ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എ ആണ്. 1 ശരിയാണ്, 2 തെറ്റാണ്. 1 ശരിയാണ്, 2 തെറ്റാണ് 38ൻ്റെ ഉത്തരം. എന്ന് വെച്ചാൽ 11ാമത്തെ ക്രോമോസോം 11 ജീനിലെ തകരാറ് മൂലം സിക്കിൾ സെൽ അനീമിയ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ക്രോമോസോം 14 ജീനിലെ തകരാറ് മൂലം അൽഷിമേഴ്സ് ഉണ്ടാകുന്നു. ക്രോമോസോം 9 തകരാറ് മൂലമാണ് മെലനോമ, അതായത് ത്വക്കിലെ ക്യാൻസറായ മെലനോമ ഉണ്ടാകുന്നത്. 39 പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പ് പുതുതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ, ചെമ്പൻ വെള്ളിവരിയൻ, പളനിപ്പൊട്ടൻ എന്നിവ ഏത് ഇനത്തിൽപ്പെടുന്ന ജീവികളാണ്? ആൻസർ സി ചിത്രശലഭം. 40 മനുഷ്യരിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് പേശി വ്യവസ്ഥയാണ്. മനുഷ്യരിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് അസ്ഥി വ്യവസ്ഥയാണ്. 2 പ്രസ്താവനകളും ശരിയാണ്. മനുഷ്യരിലെ സഞ്ചാരവും ചലനവും സാധ്യമാക്കുന്നത് പേശി വ്യവസ്ഥയും അസ്ഥി വ്യവസ്ഥയുമാണ്. 41 ശരിയായ ജോഡികൾ കണ്ടെത്തുക. 41ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എ ആണ്, അതായത് 1ഉം 3ഉമാണ് ശരി. 1 സൂക്രോസ്, അത് നമുക്ക് കിട്ടുന്നത് കരിമ്പിലെല്ലാം കിട്ടും. അതുപോലെ തന്നെ 3ാമത്തെ മാംസ്യം നമുക്ക് പയറുവർഗ്ഗത്തു നിന്നും കിട്ടുന്നുണ്ട്. വിറ്റാമിൻ പഴം പച്ചക്കറി എന്നൊക്കെയാണ് കിട്ടുന്നത്. ധാന്യങ്ങൾ നമുക്ക് കാർബോഹൈഡ്രേറ്റാണ് നമുക്ക് പോഷകമായിട്ട് തരുന്നത്. 42 താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യമുള്ള പ്രകാശം ഏതാണ്? നമുക്കറിയാം തരംഗദൈർഘ്യം എന്ന് പറയുന്നത് വിബ്ജിയോറിൽ വയലറ്റിൽ കുറഞ്ഞു വരും, പിന്നെ റെഡ് എത്തുന്നവരേക്ക് കൂടി വരും. അപ്പോൾ ഇവിടെ വയലറ്റ് ഇല്ല, ഇൻഡിക്കോ ഇല്ല, പിന്നെ ബ്ലൂ ഉണ്ട്. ബ്ലൂ എന്ന് പറയുന്ന ഓപ്ഷൻ എ. അപ്പോൾ നീലക്കാണ് ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറവ് തരംഗദൈർഘ്യം നീലക്കാണ്. തരംഗദൈർഘ്യം ഏറ്റവും കൂടുതൽ ചുവപ്പിനാണ്. മുങ്ങൽ ഈ ക്വസ്റ്റ്യൻ ക്യാൻസലാണ്. 43. 44 ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഉത്തരം ബി ആണ്. 44 മിഥ്യാ പ്രതിബിംബം. സ്ക്രീനിൽ നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ അത് മിഥ്യാ പ്രതിബിംബമാണ്. എന്നാൽ സ്ക്രീനിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് റിയൽ ആണ്. 45 നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയായി ബന്ധപ്പെട്ടിരിക്കുന്നു? 45 ഉത്തരം സി ആണ്, നാസയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 46 ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം? ആൻസർ സി ആണ്, ചൈന. 47 മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും? 47ൻ്റെ ഉത്തരം ബി ആണ്, വ്യാപ്തം വർദ്ധിക്കുന്നു.
48 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണ്? 48ന്റെ ഉത്തരം സി ആണ്, ഇരുമ്പ് തുരുമ്പിക്കുന്നത്. ബാക്കിയൊക്കെ റിവേഴ്സിബിൾ ആണ്. പഞ്ചസാര ഐസ് ഉരുകുന്നത് നമുക്ക് റിവേഴ്സിബിൾ ആണ് അല്ലേ. വീണ്ടും തണുപ്പിച്ച ഐസാകും. പഞ്ചസാര ജലത്തിൽ ലയിക്കുന്നത് വീണ്ടും കുറുക്കിയെടുത്താൽ നമുക്ക് പഞ്ചസാര കിട്ടും. ജലം തിളക്കുന്നതോ വീണ്ടും അതിനെ കണ്ടൻസ് ചെയ്ത് നീരാവിനെ കണ്ടൻസ് ചെയ്തെടുത്താൽ നമുക്ക് ജലത്തിലേക്ക് മാറ്റാനും പറ്റും. പക്ഷേ ഇരുമ്പ് തുരുമ്പിച്ചാൽ നമുക്ക് തിരിച്ച് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് അതൊരു രാസമാറ്റമാണ്. 49 ഏത് റേഞ്ചിലുള്ള pH വാല്യൂ ആണ് ആസിഡ് സ്വഭാവമുള്ളതായി പരിഗണിക്കുന്നത്? 49ന്റെ ഉത്തരം എന്ന് പറയുന്നത് എ ആണ്. 0 to 7 വരെയാണ് ആസിഡ്. 7ന്റെ മേലോട്ടാണെങ്കിൽ ബേസ്, 7 ആണെങ്കിൽ നിർവീര്യം. 50 3 ദൗത്യങ്ങളിലായിട്ട് സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിനം 608 എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരാണ്? 50ന്റെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്, പെഗ്ഗി വിറ്റ്സൺ. 51 കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? 51ന്റെ ഉത്തരം എന്ന് പറയുന്നത് ഡി ആണ്, നിർമ്മല സീതാരാമനാണ് ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി. 52 രാമായണം ആട്ടക്കഥ രചിച്ചതാര്? 52ന്റെ ഉത്തരം സി ആണ്, കൊട്ടാരക്കര തമ്പുരാനാണ് രാമായണം ആട്ടക്കഥ രചിച്ചത്. 53 കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ്? 53ന്റെ ഉത്തരം ഗുരു ഗോപിനാഥ്. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ് ആരാണ്? പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് PT ഉഷയാണ്. 54ന്റെ ഉത്തരം ഡി ആണ്. ഇനി 55 സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത്? ഉത്തരം ആറ്റുകാൽ ക്ഷേത്രമാണ്. ആൻസർ ബി ആണ്. 56 ജയദേവന്റെ ഗീതാഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതാരാണ്? 56ന്റെ ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. 57 കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷനാര്? ആൻസർ സി വി സുനിൽകുമാർ. 58 ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ്? ഇവിടെ ഉത്തരം 58ന്റെ ഡി ആണ്, കാസർഗോഡ്. 59 താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. 59ന്റെ ഉത്തരം എ ആണ്, 2ഉം 3ഉം 4ഉമാണ് ശരി. പ്ലോട്ടർ എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ഡിവൈസ് അല്ല, ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. റാം വോളറ്റൈൽ മെമ്മറിയാണ്. ഓപ്പൺ ഓഫീസ് ബേസ് എന്ന് പറയുന്നത് ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ്. MICR മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ ഇൻപുട്ട് ഡിവൈസ് ആണ്. അതുപോലെ മൈക്രോസോഫ്റ്റ് വിൻഡോസ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ല. 60 താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായി തിരഞ്ഞെടുക്കുക. ഈ 60ന്റെ ഉത്തരം എന്ന് പറയുന്നത് ഡി ആണ്. ആൻസർ ചേഞ്ച് സംഭവിച്ച ക്വസ്റ്റ്യൻ ആണിത്. എല്ലാം ശരിയാണ്. ഇവിടെ നമുക്ക് എല്ലാം വായിക്കാം. പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറിൽ പുതിയ സ്ലൈഡ് ചേർക്കുന്നതിനുള്ള ഷോർട്ട് കീ Ctrl+M ആണ്. ഓപ്പൺ ഓഫീസ് റൈറ്റിൽ ഒരു ഡോക്യുമെൻറ്റിൽ ടേബിൾ ചേർക്കാനുള്ള ഓപ്ഷൻ ഇൻസേർട്ട് മെനുവിലാണ്. ഓപ്പൺ ഓഫീസ് കാൽക്ക് വർക്ക്ഷീറ്റിൻ്റെ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ .ods ആണ്. ഓപ്പൺ ഓഫീസ് കാൽക്ക് ആപ്ലിക്കേഷനിൽ ആവറേജ് കാണുന്നതിനുള്ള ഫംഗ്ഷനാണ് ആവറേജ്. ഓപ്പൺ ഓഫീസ് കാൽക്ക് ആപ്ലിക്കേഷനിൽ കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു റേഞ്ചിലെ ബ്ലാങ്ക് ഒഴികെയുള്ള സെല്ലുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ്. 61 2023 ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ 75ാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേര് ഐരാവതാണ്. 61C ആണ് ഐരാവത്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഐരാവതാണ്. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ പരം 8000. 62 കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിൻ്റെ പേരെന്താണ്? 62ന്റെ ഉത്തരം E³ ആണ്. ആൻസർ ഡി. 63 ചേരുംപടി ചേർക്കുക. 63ന്റെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്. അതായത് ക്രാക്കിംഗ് എന്ന് വെച്ചാൽ ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിൽ അതിക്രമിച്ചു കയറി അതിലെ വിവരം നശിപ്പിക്കുക. ഫിഷിംഗ് എന്ന് വെച്ചാലോ അതീവ സുരക്ഷാ വിവരങ്ങൾ വ്യാജമാർഗങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുക. സൈബർ സ്ക്വാട്ടിംഗ് എന്ന് വെച്ചാൽ വ്യാജ വെബ്സൈറ്റും വിലാസവും തയ്യാറാക്കുക. സൈബർ ടെററിസം ദേശീയ സുരക്ഷയ്ക്കെതിരെ സൈബർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനം. ഇനി 64 ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്താവിൻ്റെ അവകാശങ്ങളിൽ പെടാത്തത് ഏത്? 64ന്റെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്. വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെടാനുള്ള അവകാശം 2019 ആക്ട് പ്രകാരം ഉപഭോക്താവിൻ്റെ അവകാശത്തിൽ പെട്ടതല്ല. എന്നാൽ സുരക്ഷിതത്വത്തിനുള്ള അവകാശം, മത്സരാധിഷ്ഠിത വിലകളിൽ വൈവിധ്യമാർന്ന സാധനം, ഉൽപ്പന്നം, സേവനം ലഭ്യമാകാനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശമൊക്കെ ഉപഭോക്തൃ അവകാശത്തിൽ പെട്ടതാണ്. 65 ഗാർഹിക പീഡനം നടന്നെന്നോ നടക്കുന്നെന്നോ വിശ്വസിക്കാൻ മതിയായ കാരണമുള്ള ഏതൊരു വ്യക്തിക്കും അതിനെക്കുറിച്ച് താഴെ പറയുന്ന ഏത് ഉദ്യോഗസ്ഥനാണ് വിവരം നൽകേണ്ടത്? ഇവിടെ ആൻസർ ഡി, പ്രൊട്ടക്ഷൻ ഓഫീസർക്കാണ് വിവരം നൽകേണ്ടത്. 66 കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്റെ ഘടന താഴെ പറയുന്നവയിൽ ഏത്?
66ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എ ആണ്. അതായത് ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10ൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരുമാണ്. ഇനി 67 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2012 പ്രകാരം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത്? ഇവിടാന്ന് വെച്ചാൽ ആൻസർ സി ആണ് ശരിയല്ലാത്തത്. ഒരു കാരണവശാലും കുട്ടിയെ രാത്രിയോ പകലോ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വയ്ക്കാൻ പാടുള്ളതല്ല. എന്നാൽ ഇവിടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് രാത്രി കുട്ടികളെ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെക്കാൻ പാടില്ല എന്ന് മാത്രമേ നമ്മുടെ നിയമം പറയുന്നുള്ളൂ. ഇനി മറ്റ് ശരിയായ പ്രസ്താവന കുട്ടിയുടെ മൊഴി കുട്ടിയുടെ വസതിയിലോ കുട്ടി സാധാരണയായി താമസിക്കുന്ന സ്ഥലത്തോ കുട്ടി ഇഷ്ടപ്പെടുന്ന സ്ഥലത്തോ പ്രായോഗമാകുന്നിടത്തോളം സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഓഫീസർ രേഖപ്പെടുത്തേണ്ടതാണ്. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോമിൽ ആയിരിക്കരുത്. അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കുട്ടിയെ പരിശോധിക്കുമ്പോൾ കുട്ടി ഒരു കാരണവശാലും പ്രതിയുമായി സമ്പർക്കത്തിൽ വരുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടതാണ്. 68 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് നിയമപ്രകാരമാണ് സ്ഥാപിതമായത്? 68ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സി ആണ്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 പ്രകാരമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതം. 69 ഇന്ത്യയിലെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ആൻസർ എ മധ്യപ്രദേശ്. 70 2015 ഐക്യരാഷ്ട്രസഭ സൃഷ്ടിച്ച സുസ്ഥിര വികസന ലക്ഷ്യത്തിൽ ഉൾപ്പെടുന്നവ ഏത്? ഇവിടെ എല്ലാം ഉൾപ്പെടുന്നുണ്ട്. ദാരിദ്ര്യമില്ല, ലിംഗസമത്വം, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം. 71 മാത്സ് ആണ്. 71ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സി ആണ്. 71ൻ്റെ ഉത്തരം. 72ൻ്റെ ഉത്തരം ഡി ആണ്. 73ൻ്റെ ഉത്തരം ബി ആണ്. 74ൻ്റെ ഉത്തരം 74 ക്യാൻസലാണ്. 75ൻ്റെ ഉത്തരം ഡി ആണ്. 76ൻ്റെ ഉത്തരം ബി ആണ്. 77ൻ്റെ ഉത്തരം സി ആണ്. 78ൻ്റെ ഉത്തരം സി ആണ്. 79ൻ്റെ ഉത്തരം സി ആണ്. 80ൻ്റെ ഉത്തരം ഡി ആണ്. 81 ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സെൻറ്റൻസ്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 81ൻ്റെ ബി ആണ്. ദ ബൊക്കറ്റ് ഓഫ് ഫ്ലവേഴ്സ് സ്മെൽസ് ഗുഡ്. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ദ ബൊക്കറ്റ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് വെച്ചാൽ പൂക്കളുടെ ഒരു കൂട്ടം അങ്ങനെ പറയുമ്പോൾ, അതായത് ഇപ്പോൾ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് പ്ലൂറലായി കണക്കാക്കാം. പക്ഷെ ദ ബൊക്കറ്റ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ കളക്റ്റീവ് നൗൺ വെച്ചിട്ട് അതിനെ കൂട്ടിച്ചേർത്ത് എഴുതുമ്പോൾ അതൊരു സിംഗുലർ യൂണിറ്റായി, ഒരു യൂണിറ്റായി. അപ്പോൾ ദ ബൊക്കറ്റ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് പൂക്കുലയുടെ ഒരു കൂട്ടല്ല, അപ്പോൾ ഒരു ഗ്രൂപ്പായി, ഒറ്റൊന്നായി. അത് സിംഗുലറാണ്. അപ്പോൾ അതിൻ്റെ വെർബ് സിംഗുലർ ആയിരിക്കണം. ഇവിടെ ബാക്കിയെല്ലാം പ്ലൂറലാണ്. ഓപ്ഷൻ ബിയിൽ മാത്രമേ സിംഗുലർ ആയിട്ടുള്ള വെർബുള്ളൂ, സ്മെൽസ്. അടുത്ത ഡാഷ് യൂറോപ്യൻ കോൺകേർഡ് മെനി പാർട്ട് ഓഫ് ദ വേൾഡ് ബിഫോർ ഫസ്റ്റ് വേൾഡ് വാർ. ഇവിടെ നമ്മൾ ചേർക്കേണ്ടത് ദയാണ്. ദ യൂറോപ്യൻ എന്ന് പറയുമ്പോഴാണ് അവിടുത്തെ ജനങ്ങളെ സൂചിപ്പിക്കുക. 83 നൺ ഓഫ് ദ ബോയ്സ് ഹാവ് ഫിനിഷ്ഡ് ദ ഹോംവർക്ക്. ക്വസ്റ്റ്യൻ ടാഗാണ് ചോദിച്ചത്. ഇവിടെ നമുക്ക് 2 വെർബാണ്, ഹാവ് എന്ന് ഫിനിഷ്ഡും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വെച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ. പിന്നെ ഇവിടെ ഫസ്റ്റ് നണ്ണ് ഉപയോഗിച്ചത് കൊണ്ട് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡ് എന്താവണം? പോസിറ്റീവ് ആണ്. അപ്പോൾ ഹാവിൻ്റെ വരില്ല, എന്തായാലും നെഗറ്റീവുള്ള ഒന്നും വരില്ല. അപ്പോൾ ഹാവ് ദേയും ഡിഡ് ദേയും. ഇവിടെ ഹാവ് വെച്ചിട്ടില്ല, നമുക്ക് ഫസ്റ്റ് ഹാവ് അല്ലേ വന്നത്, അപ്പോൾ ഹാവ് ദേ ആയിരിക്കും നമ്മുടെ ഉത്തരം. 83ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഹാവ് ദേ. ഇനി ഇഫ് ഇറ്റ് റെയിൻസ് ടുമോറോ വി ഡാഷ് അറ്റ് ഹോം. ഇവിടെ ജസ്റ്റ് 84ൻ്റെ ഉത്തരം വിൽ സ്റ്റേ ആണ്. 84 സി ആണ് ഉത്തരം. അതായത് ഇഫ് ഇറ്റ് റെയിൻസ് ടുമോറോ ഇവിടെ ഒരു പ്രസൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. റെയിൻസ് പ്രസൻറ്റ് വേർബാണ്. അതുകൊണ്ട് തന്നെ വിൽ സ്റ്റേ എന്ന് മതി, വിൽ സ്റ്റേ അറ്റ് ഹോം. ദെൻ 85 അലക്സ് സെയ്ഡ് ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ടാസ്ക്. ചൂസ് ദ കറക്റ്റ് കോൺവെർസേഷൻ ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. അതായത് ഇതിനെ ഇൻഡയറക്റ്റിലേക്ക് ആക്കാനാണ്. അപ്പോൾ ഹാവ് ഫിനിഷ്ഡിനെ നമ്മൾ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ എന്താ പറയുക, ഹാഡ് ഫിനിഷ്ഡ് എന്ന് പറയണം അല്ലേ. അപ്പോൾ ഇവിടെ ഹാഡ് ഫിനിഷ്ഡ് ഏതൊക്കെയാണ് വരുന്നത്? അലക്സ് ബിയും വരുന്നുണ്ട്, ഡിയും വരുന്നുണ്ട്. ബി അലക്സ് സെയ്ഡ് ദാറ്റ് ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ ടാസ്ക്. പക്ഷേ നമ്മൾ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ ഇവിടെ ഐ എന്ന് ഉപയോഗിക്കാൻ പാടില്ല അല്ലേ, ഹീ എന്നേ വരാൻ പാടുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരി. അലക്സ് സെയ്ഡ് ദാറ്റ് ഹീ ഹാഡ് ഫിനിഷ്ഡ് ഹിസ് ടാസ്ക്. 86 വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഈസ് ക്ലോസസ്റ്റ് മീനിങ് ടു ഡെലിൻക്വൻറ്റ്. ഇവിടെ ഡെലിൻക്വൻറ്റിൻ്റെ മീനിങ് എന്ന് പറയുന്നത് കുറ്റവാളിയാണ്. അപ്പോൾ 86ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്, ക്രിമിനൽ.
87 സെലക്ട് ദ ആൻറ്റോണിയം ഓഫ് ഡെറലിക്റ്റ്. ഡെറലിക്റ്റ് എന്ന് വെച്ചാൽ ഉപേക്ഷിക്കപ്പെട്ട, കൈവിട്ട. ഇവിടെ ഉത്തരം 87ൻ്റെ സി ആണ്. അറ്റൻറ്റീവ് ആണ് ഉത്തരം. ഇനി 88 ദ ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ് ടു ഡാഷ് ദെയർ അസൈൻമെൻറ്റ് ബിഫോർ സബ്മിറ്റിംഗ് ഇറ്റ്. ഇവിടെ ഉത്തരം 88A ആണ്. ലുക്ക് ഓവർ. ലുക്ക് ഓവർ എന്ന് വെച്ചാൽ എന്താ, മൊത്തത്തിൽ ആകെപ്പാടെ ഒന്ന് നിരീക്ഷിക്കാൻ പറയൂലേ, അങ്ങനത്തെ സംഭവത്തിലാണ് ലുക്ക് ഓവർ ഉപയോഗിക്കുക. 89 എ ഹാൻഡ് റൈറ്റിംഗ് ദാറ്റ് കനോട്ട് ബി റീഡ് ഈസ് കോൾഡ് ഇല്ലെജിബിൾ. 89ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഇല്ലെജിബിൾ ആണ്. 89ൻ്റെ ഉത്തരം ബി ആണ്. ഇനി 90 ദ ഇഡിയം ഓൺ ക്ലൗഡ് 9. ഓൺ ക്ലൗഡ് 9 എന്ന് വെച്ചാൽ ഡി ആണ് ഉത്തരം. എക്സ്ട്രീംലി ഹാപ്പി ഓർ ഇലേറ്റഡ്. ഇനി താഴെ പറയുന്നതിൽ എല്ലാ പദങ്ങളും ശരിയായവ. 91ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സി ആണ്. 1ഉം 3ഉം ആണ് ശരി. പിന്നെ മൂന്നാമത്തേലെന്ന് വെച്ചാൽ തെറ്റെന്ന് പറയുന്നത് ഈ സൃഷ്ടാവ് എന്നുള്ളത് സൃഷ്ടിക്കാണ് ഈ ശ്രീ ഉപയോഗിക്കുക, മറ്റേത് സ്രഷ്ടാവാണ്, സ്രഷ്ടാവ്. ദെൻ 92ൻ്റെ ഉത്തരം മഹാ പ്ലസ് ഉന്നതാണ്. ഇത് ആൻസർ ചേഞ്ച് വന്നതാണ്. ആൻസർ ഡി ആണ്. മഹാ പ്ലസ് ഉന്നതമാണ് മഹോന്നതം. 93 ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടായിട്ടും അനന്തുവിനെ വിജയിക്കാനായില്ല. അടിവരയിട്ട പദത്തിൻ്റെ വിപരീതം സ്വാധീനം, ഓപ്പോസിറ്റ് പരാധീനം. ആൻസർ സി. മേദിനി എന്ന വാക്കിന് സമാനമായ പദം ഭൂമിയാണ്. ആൻസർ ഡി ആണ്. വിലക്കി പ്ലസ് ഇല്ല. 95ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഡി ആണ്. വിലക്കിയില്ല. വിലക്കി പ്ലസ് ഇല്ല, വിലക്കിയില്ല. 96ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സി ആണ്. ഇവിടെ ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ശരിയായ വാക്യം. ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 വർഷം അയാൾ ജീവിച്ചിരുന്നു. എന്നാൽ ഇവിടെ 10 വർഷങ്ങളോളം എന്ന് പറയുന്നതും ഏകദേശം 10 വർഷങ്ങളോളം എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. 97 ശരിയായ സ്ത്രീലിംഗ ശബ്ദമുള്ളവ കണ്ടെത്തുക. 97ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്. അതായത് 1ഉം 3ഉം ആണ് ശരി. രക്ഷകന്റെ സ്ത്രീലിംഗം രക്ഷികയാണ്. എന്നാൽ സ്വാമി സ്വാമിനിയാണ്. കാന്തൻ കാന്തയാണ്. 98 ഒറ്റപ്പദം കാണുക. കാണുന്നയാൾ. കാണുന്നയാൾ ആൻസർ ഡി ആണ്. പ്രേക്ഷകൻ. പ്രേക്ഷകൻ കാണുന്നയാൾ. പ്രേക്ഷിതൻ കാണപ്പെട്ടയാൾ. പ്രേക്ഷകൻ അയക്കുന്നയാൾ. പ്രേഷിതൻ അയക്കപ്പെട്ടയാൾ. 99 ടെറിട്ടോറിയൽ ഡോമിനേഷൻ എന്നത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ. 99ൻ്റെ ഉത്തരം സി ആണ്. പ്രാദേശികാധിപത്യം. 100 ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല്. സി. ഉണ്ട ചോറ്റിൽ കല്ലിടരുത്. ഇനി ഇതിൻ്റെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ സൊല്യൂഷൻ ചെയ്തതാണ് ഓൾറെഡി. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ.